Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിണാവിൽ നിർമ്മിച്ച തണ്ണീർപന്തൽ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് ചന്തേരയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉച്ചയോടെ സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്ക് അത് 22 വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായി. വെള്ളൂർ മാപ്പിള സ്കൂളിന് സ്വന്തം കെട്ടിടമൊരുങ്ങുന്നു. ഒരു നാട് താലോലിച്ചു നടന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വർണ്ണശബളമായ രീതിയിൽ തുടക്കം. പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഉൽപാദന സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 36,41,678 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ബജറ്റ് അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിണാവിൽ നിർമ്മിച്ച തണ്ണീർപന്തൽ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ഇരിണാവിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിണാവിൽ നിർമ്മിച്ച തണ്ണീർപന്തൽ വഴിയോര വിശ്രമ കേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് മന്ത്രിയെ ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത്. നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി മേഖലയിലെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വളരുകയാണ്. അതുപോലെ മധ്യ കേരളത്തിൽ നിഗ്മറുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അത് തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിലാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. ശൈലജ ടീച്ചറുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ കേന്ദ്രം നമുക്ക് ഉത്തര കേരളത്തിൽ ഭിന്നശേഷി പുനരധിവാസത്തിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ആയിട്ട് നമുക്ക് വളർത്തണം എന്നുള്ളതാണ് ഇന്ന് അവിടെ പറഞ്ഞിട്ടുള്ളതായ കാര്യം. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിന് വൈവിധ്യമാർന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ടേക്ക് എ ബ്രേക്ക് പോലുള്ള പദ്ധതികൾ ടൂറിസം രംഗത്തെ വികസനത്തിനും വഴി തുറക്കും. ഇത്തരം കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് വരുന്നതിനും ഉല്ലസിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരിണാവ് റോഡിൽ KSTP റോഡരികിലാണ് തണ്ണീർപന്തൽ ഒരുക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, C സ്വപ്ന, D വിമല, TT ബാലകൃഷ്ണൻ, M ശ്രീധരൻ, P ഗോവിന്ദൻ, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ, K രതി, K രമേശൻ, ആനക്കൈ ബാലകൃഷ്ണൻ, മുഹമ്മദ് റഫീഖ്, K പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് RRFിലുള്ള ലാഭവിഹിതം കൈമാറൽ GK സുരേഷ് കുമാർ കൈമാറി. ഇരിണാവ് ആയുർവേദ ആശുപത്രിക്ക് കണ്ണപുരം റോട്ട് നൽകുന്ന പഞ്ചകർമ്മ ടേബിൾ മന്ത്രി ഏറ്റുവാങ്ങി. റോട്ടറി പ്രസിഡന്റ് AC രാജൻ, സെക്രട്ടറി ശ്രീജിത്ത് ശിവൻ, മുഹമ്മദ് ഫൈസൽ, EP ഓമന, നികേഷ് കാക്കാമണി, മെഡിക്കൽ ഓഫീസർ EV സുധീർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് ചന്തേരയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉച്ചയോടെ സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്ക് അത് 22 വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായി. നീണ്ട 22 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചന്തേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു.
പരിവാര ദേവീദേവന്മാർ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങൊഴിഞ്ഞ ശേഷം മേലേരി കയ്യേൽക്കലും കഴിഞ്ഞ് ഉച്ചയോടെയാണ് ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ കൈലാസക്കല്ലിന് സമീപം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത്. വടക്കു നോക്കി രേരമംഗലം ദേവിയെ വണങ്ങി പൊയ്ക്കണ്ണും പന്തങ്ങളും വരമായി വാങ്ങി ധരിച്ച് ചീനവാദ്യത്തിൻ്റെ അകമ്പടിയോടെ മന്ദം മന്ദം ദേവി ക്ഷേത്രത്തെ വലം വെച്ചു. സാത്വിക ഭാവത്തിൽ ഭക്തർക്ക് ദർശനം നൽകി. പിന്നീട് മണങ്ങിയാട്ടത്തിന് ശേഷം മണിക്കിണർ ദർശനം കഴിഞ്ഞ് ദേവി പൊയ്ക്കണ്ണഴിച്ചു. പന്തങ്ങളുമായി ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞു. പിന്നീട് കലാശക്കൂട്ടിനു ശേഷം പൂവാട്ടവും കഴിഞ്ഞ് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചുരിഞ്ഞു. രാത്രിയോടെ വെറ്റിലാചാരവും ആറാടിക്കലും നടന്നു. ഓരോ പെരുങ്കളിയാട്ടവും ആഘോഷങ്ങളാണ്, നാടിൻ്റെയും ജനങ്ങളുടെയും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാത്തിരിപ്പാണ് അടുത്ത പെരുങ്കളിയാട്ടത്തിനായി. ഒപ്പം അമ്മയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹവും. ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അവസാന ദിവസം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. 1 ലക്ഷത്തോളം പേർക്ക് ദേവീപ്രസാദമായി അന്നദാനവും ഒരുക്കി. സമാപന ദിവസം രാവിലെയോടെ വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക്. വെള്ളൂർ മാപ്പിള എൽ പി സ്കൂളിന് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നു. ദീർഘനാളായി ഒരു നാട് താലോലിച്ചു നടന്ന സ്വപ്ന സാക്ഷാത്കാരം വർണ്ണശബളമായ രീതിയിലാണ് നടന്നത്. പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. സാമൂഹ്യ നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും അലയടിച്ചുയർന്ന കാലത്ത് 1918 സ്ഥാപിതമായതാണ് വെള്ളൂർ മാപ്പിള LP സ്കൂൾ. പരാധീനതകളുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു പോന്ന നഗരസഭാ പരിധിയിലെ ഏക സ്കൂളിന് നഗരസഭയുടെ മുൻകൈയിൽ 50 ലക്ഷം രൂപ ചെലവിലാണ് സ്വന്തമായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. പള്ളിക്കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് വാങ്ങി നഗരസഭയ്ക്ക് കൈമാറിയ 19.5 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. നാടിൻ്റെ ഉത്സവമായി നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ജയ, VB സജിത, വാർഡ് കൗൺസിലർ VK നിഷാദ്, കൗൺസിലർമാരായ T ദാക്ഷായണി, O സുമതി, വികസന സമിതി കൺവീനർ TP ഖാദർ, ശാരദ ടീച്ചർ, KV ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉൽപാദന സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. കോപ്പുറം ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P സജീവൻ ബജറ്റ് അവതരിപ്പിച്ചു. സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും മുഖ്യ പരിഗണന നൽകിയിട്ടുണ്ട്. 18,70,618 രൂപ വരവും 17,64,28,940 രൂപ ചെലവും 36,41,678 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ അധ്യക്ഷയായി. പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനുതകുന്ന പദ്ധതികളാണ് ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. 1,80 ലക്ഷം രൂപ ഉൽപാദന മേഖലയ്ക്കും 6,24,13,940 രൂപ സേവന മേഖലയ്ക്കും 3,49,85,000 രൂപ പശ്ചാത്തല മേഖലയ്ക്കും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിൻ്റെ സമഗ്ര ഉന്നമനത്തിനായി 90,10,000 രൂപയുടെ വിവിധ പദ്ധതികളും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KP നിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K പത്മിനി, രേഷ്മ പരാഗൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TE നിർമ്മല, CH പ്രദീപ് കുമാർ, K അനിത തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തരിശിലേക്ക് വഴിമാറിക്കൊണ്ടിരുന്ന കരിവെള്ളൂർ കോട്ടൂർ വയൽ പാടശേഖരത്ത് ഇപ്പോൾ വീണ്ടും നെൽക്കതിരുകൾ വിരിഞ്ഞു തുടങ്ങി. കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് യൂണിറ്റാണ് കർഷകരെ ചേർത്ത് പിടിച്ച് വീണ്ടും നെൽകൃഷി ഇറക്കിയത്. കരിവെള്ളൂർ കോട്ടൂർ വയൽ പാടശേഖരത്ത് പല കാരണങ്ങൾ കൊണ്ടും പല കർഷകർ നെൽകൃഷിയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. പാടശേഖരത്തിൽ കൃഷി പൂർണ്ണമായും അന്യം നിന്നു പോകുമോ എന്ന ഘട്ടം വന്നപ്പോഴാണ് കർഷക സംഘം രക്ഷയ്ക്കെത്തിയത്. കർഷക സംഘത്തിൻ്റെ അമരക്കാരായ നാരായണൻ മാസ്റ്ററുടെയും മറ്റും ശ്രമഫലമായി ഒരു പരിധിവരെ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചു. കൃഷി ഉപേക്ഷിച്ച കർഷകരെ നേരിൽ കണ്ട് കൃഷിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തപ്പോഴാണ് പലരും നെൽകൃഷിയിലേക്ക് വീണ്ടും വരാൻ തയ്യാറായത്. കൃഷിയിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് കൃഷിക്കാരൻ കൂടിയായ ശശിമോഹനനും പറയുന്നു. ഇപ്രാവശ്യം കോട്ടൂർ വയലിൽ നല്ല വിളവാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവിൽ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം വെള്ളത്തിന് വലിയ പ്രയാസം നേരിട്ടിട്ടില്ല. പൊതുവിൽ മികച്ച ഒരു മേനിയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ ഏറെക്കുറെ മുഴുവൻ ആളുകളെയും മുഴുവൻ കൃഷിക്കാരെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് യൂണിറ്റിൻ്റെ ഇടപെടലായിരുന്നു.
കൃഷിപ്പണിക്ക് നാട്ടിൽ നിന്ന് ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോൾ അതിഥി തൊഴിലാളികളെ കൂടി ഇറക്കിയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന് എ വി നാരായണൻ പറഞ്ഞു. ഈ പ്രാവശ്യം കൃഷി പൊതുവെ നല്ല കൃഷിയാണ്, മൊത്തത്തിൽ നല്ല കൃഷിയാണ്. ചിലവ് നമ്മൾ സാധാരണ വില്ലേനാട്ടിൽ കുറവ് ഈ പ്രാവശ്യം ചിലവിൽ എന്നുവെച്ചാൽ വെള്ളം ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതുകൊണ്ട് കരുത്തിൽ നല്ലതാണ് ഈ പ്രാവശ്യം ഉള്ളത്. പഞ്ചായത്ത് അടുത്ത് തടയണ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം തടുത്ത് നിൽക്കുന്നുണ്ട്. മഴ കൂടാതെ കൊണ്ടും വെള്ളത്തിന് നല്ല രൂപത്തിൽ ലഭ്യത ഉണ്ട് ഈ പ്രാവശ്യത്തിൽ. ഏതായാലും നീണ്ടു പരന്നു കിടക്കുന്ന കോട്ടൂർ വയൽ പാടശേഖരത്തേക്ക് നോക്കിയാൽ ഇപ്പോൾ സുഖമുള്ള ഒരു കാഴ്ച തന്നെയാണ് തിരികെ ലഭിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത്. വിദ്യാർത്ഥികളും മുതിർന്നവരും അടക്കമുള്ളവർ കാൽനടയായി പോകുന്ന റോഡ് കൂടിയാണിത്. അപകട ഭീഷണിയായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള മരണാനന്തര ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനവും ആശ്രയ ധനസഹായ വിതരണവും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവള്ളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമവും ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള മരണാനന്തര ധനസഹായ വിതരണവും സംഘടിപ്പിച്ചത്. ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. അവരുടെ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം വന്നാൽ കൈത്താങ്ങായിട്ട് നിൽക്കുന്നതിന് സംഘടനയുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദർശനമാണ് ആശ്രയ പദ്ധതി. ആശ്രയ ധനസഹായ വിതരണം എം.എൽ.എ. നിർവഹിച്ചു. ചടങ്ങിൽ കെ. സുരേഷ് കുമാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പഴയകാല വ്യാപാരികളെ ആദരിച്ചു. കരിവള്ളൂർ യൂണിറ്റ് രക്ഷാധികാരി ഇ കെ നമ്പ്യാർ പഴയകാല വ്യാപാരികളെ പരിചയപ്പെടുത്തി. എം നാരായണൻ നമ്പൂതിരി, കെ യു വിജയകുമാർ, എം പി തിലകൻ, പി വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, കെ ബാബുരാജ്, ബി നന്ദകുമാർ, എ വി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA മാതമംഗലം ഏരിയ കൺവെൻഷൻ മാതമംഗലത്ത് വെച്ച് നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി പുഷ്പജൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാതമംഗലം ഏരിയ കൺവെൻഷൻ മാതമംഗലം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി പുഷ്പജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മൈക്രോ എന്ന് പറഞ്ഞാൽ വൻകിട കോർപ്പറേറ്റുകൾ രജിസ്റ്റർ ചെയ്തതാണ്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ റെഡിമേഡ് ഉൽപാദനം ആക്കുന്നതിന് വേണ്ടി മൈക്രോ എന്ന് പറയുന്നത് വൻകിട കോർപ്പറേറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത് മൈക്രോ. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഏരിയ പ്രസിഡന്റ് കെ രമ അധ്യക്ഷയായി. സംഘാടക സമിതി ചെയർമാൻ പി കെ ദിനേശൻ, ഏരിയ സെക്രട്ടറി കെ പി രവീന്ദ്രൻ, ഏരിയ ട്രഷറർ എൻ രവീന്ദ്രൻ, ഇ കുഞ്ഞിക്കണ്ണൻ, ശശി മാവില, വനജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPIM ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. കോവപ്പുറം ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPIM ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിമുക്ത ഭടന്മാരെ ആദരിച്ചത്. കോവപ്പുറം ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാളത്തിലേക്ക് പോകുന്നത് ജീവിതത്തിൻ്റെ പാരമ്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ടാണ്. കാരണം പോയാൽ തിരിച്ചു വരും എന്നുള്ളതിന് ഉറപ്പുണ്ട്. ഏത് സമയത്തും കൊല്ലപ്പെടാം. ആ കാര്യങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും പട്ടാളത്തിലേക്ക് പോകുന്നത്. MP പുരുഷോത്തമൻ അധ്യക്ഷനായി.
ധീരജവാന്മാർക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രദേശത്തെ 30ഓളം വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PV സജീവൻ, PL ബേബി, പവിത്രൻ, CH പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ പോപ്പി ടെക്സ്റ്റൈൽസ് നവീകരിച്ച ഷോറൂം പയ്യന്നൂർ മാളിൽ ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പോപ്പി ടെക്സ്റ്റൈൽസിന്റെ നവീകരിച്ച ഷോറൂം പയ്യന്നൂർ മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ഹണി റോസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ മാളിൽ 3-ാം നിലയിലാണ് വിശാലമായ രീതിയിൽ ഷോറൂം ആരംഭിച്ചത്. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ആദ്യ വിൽപ്പന നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ ഏറ്റുവാങ്ങി. ഈ വെയിലത്ത് ഒരു രക്ഷയില്ലല്ലേ, കരിയാണ്. ഒത്തിരി കഷ്ടമായി. ഈവനിങ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ പൊളിച്ചേരും ചേട്ടാ. അത് സാരമില്ല, എന്തായാലും ഒത്തിരി സന്തോഷം. പോപ്പി ടെക്സ് ഞങ്ങൾ വിസിറ്റ് ചെയ്തു. പോപ്പി ടെക്സ് 25 വർഷമായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ്. കേരളത്തിലുടനീളം ഷോപ്പുകളുണ്ട്. പയ്യന്നൂരും ഉണ്ടായിരുന്നു. ഇപ്പം പയ്യന്നൂർ മാളിലേക്ക് അവർ ഒന്ന് ചുവട് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു, ഈ മോളിലൊക്കെ വരുമ്പം നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ നടക്കും. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. ജാതിയും മതവും അല്ല, വിശ്വാസികൾ എല്ലാവരും വിശ്വാസികളെന്ന നിലക്ക് അവരവരുടെ വിശ്വാസവുമായിട്ട് പോകുന്നു. ഒരാളും മറ്റൊരാളുടെ മേലെ സംഘർഷഭരിതമാവുന്ന നരിയിൽ, ചവിട്ടിക്കയറാത്ത നരിയിലുള്ള സ്നേഹത്തിൻ്റെ മഹാഗോപുരങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ CK ഗംഗാധരൻ അധ്യക്ഷനായി. പ്രേമ സുരേഷ്, KP പ്രദീപ് കുമാർ, ദിനേശൻ ചിറ്റടി, MP ഷിജു മാസ്റ്റർ, KP ഷിജു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കുൽ വടശ്ശേരി ഊറ്റിത്തടം ശ്രീകൃഷ്ണൻ മതിലകം ക്ഷേത്രം 63ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഫണ്ട് ശേഖരണോദ്ഘാടനം നിർവഹിച്ചു. കാങ്കുൽ വടശ്ശേരി ഊറ്റിത്തടം ശ്രീകൃഷ്ണൻ മതിലകം ക്ഷേത്രം 63ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മുന്നോടിയായാണ് ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നത്. പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 33 വർഷങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന വലിയൊരു സംഭവമാണ്. അത് തുറന്നു പോകുന്നതെന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെ കാണിക്കുന്നതിൻ്റെ പിന്തുടർച്ച ആവശ്യങ്ങൾ കൂടെ നിൽക്കുന്നതാണ് സത്യം. ഏറെ സന്തോഷമാണ്. അങ്ങനെ ഒരു പരിപാടി കുറിച്ചപ്പോൾ ഞാനിങ്ങനെ സംശയം കൊടുക്കണം. നല്ല തിരക്കാണ്. പിന്നെ അങ്ങനെ പരിപാടി ഏറ്റെടുക്കൽ കുറവാണ്. കാരണം നല്ല ഷൂട്ട് തിരക്കാകുമ്പോൾ നമുക്ക് ഏറ്റെടുത്താൽ അത് വരാൻ പറ്റും. അപ്പോൾ നോട്ടീസിൽ വെച്ച് പരിപാടിക്ക്
നമ്മൾ വരാണ്ട് കാരണം കുറേ പരിപാടി സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറ്റും. പി കേശവൻ നമ്പൂതിരിയിൽ നിന്നാണ് ആദ്യ ഫണ്ട് സ്വീകരിച്ചത്. വാർഡ് മെമ്പർ ഇ രാജൻ ഭദ്രദീപം കൊളുത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കേശവൻ മാസ്റ്റർ ഉണ്ണിരാജിനെ പൊന്നാടിയണിയിച്ച് സ്വീകരിച്ചു. ചടങ്ങിൽ പി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, സത്യനാരായണൻ, സാവിത്രി അന്തർജനം, ജയകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിണാവിൽ നിർമ്മിച്ച തണ്ണീർപന്തൽ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് ചന്തേരയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉച്ചയോടെ സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്ക് അത് 22 വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായി. വെള്ളൂർ മാപ്പിള സ്കൂളിന് സ്വന്തം കെട്ടിടമൊരുങ്ങുന്നു. ഒരു നാട് താലോലിച്ചു നടന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വർണ്ണശബളമായ രീതിയിൽ തുടക്കം. പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഉൽപാദന സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 36,41,678 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ബജറ്റ് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.